ദൂരത്തേക്ക് വീഴല്ല പപ്പാ. എന്ത് അപ്പതാ നമ്മളിന്ന് മാങ്ങ വിളവെടുപ്പേന്നുട്ടോ. ഇന്നാണ് മാവുമെന്ന് എല്ലാ മാങ്ങയും പറിച്ചെടുത്തത്. അപ്പം എന്താണെന്നറിയോ, ഇന്ന് കുരങ്ങന്മാർ വന്നിരുന്നു. ഇനി കുരങ്ങന്മാർ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിലെ കുറേ വന്നിരുന്നു. അപ്പോൾ അവരെ കണ്ണിൽ പെട്ടാൽ ഇനി കിട്ടൂലല്ലോ വിചാരിച്ചിട്ട് മുഴുവനും പറിച്ചു. ഒക്കെ പഴുക്കാനായിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ല എല്ലാവർക്കും നമ്മളെ മാവുമെന്ന് ഇങ്ങനെ പറിച്ചിങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. അപ്പം എന്നോട് ഇങ്ങനെ പറയും, പിന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കരുത്, ഇതൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ കാണിച്ചു കൊടുക്കരുത്, അങ്ങനെ കാണിച്ചു കൊടുത്താൽ താത്ത പിന്നെ മാങ്ങ ഉണ്ടാവൂല. ഇത് പഴുത്തിക്കണ്. ഇവിടെ ഇതൊക്കെ പൂണ്ടോക്കുക, നല്ലോണം തുടക്കട്ടോ. നമ്മൾ ഈ മാങ്ങ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കഴുകാതെ തിന്നാൻ പറ്റില്ല, നല്ലോണം തുടച്ചിക്കണത് ഈ ഇലൻ്റെ ഉള്ളിലേനി. അപ്പം അതാ പൂണ്ട് നോക്കുകയാണ്. നമ്മളെ മാങ്ങ ഉണ്ടല്ലേ, നല്ല സൂപ്പർ മാങ്ങയാണ് കേട്ടോ, മധുരമുള്ള മാങ്ങയാണ്. ഇതിപ്പോ കോമാങ്ങയല്ല, വേറെന്തോ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങ. ഞാമിക്കൂട്ടാ മാങ്ങയല്ല, കണ്ടില്ലേ നല്ല മാങ്ങ. അപ്പം മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയക്കി താത്താന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഒരാഴ്ചൻ്റെ ഉള്ളും ഇങ്ങോട്ട് വരി. ആരാച്ചാല് തരട്ടോ. നിങ്ങൾ കുടിച്ചാണ്ടേ അടിക്കുമ്പോളോ മോളോ കത്തി. ഇപ്പൊ ഇനി ഇതിമ്മ വെച്ചാലെന്താണെന്നറിയോ, കുരങ്ങന്മാര് ഫുള്ള് കൊണ്ടുപോകും. കുഞ്ഞാണിയൊക്കെ രാവിലെ കുറേ പറിച്ചു. പിന്നെ ഞങ്ങൾ രാവിലെ നേരമില്ലാത്തോടത്ത് രാവിലെ വന്നുകൊണ്ട് കുഞ്ഞാണിയൊക്കെയാണെങ്കിൽ ഹോസ്പിറ്റലും പോകണ്ടീനി. അപ്പം ഇനി ആ സമയത്ത് കുരങ്ങന്മാർ വന്നാൽ നമ്മൾ ആട്ടിയാൽ പോകൂലല്ലോ, അത് വിചാരിച്ചങ്ങാണ്ട് പിന്നെ കുറേ പറിച്ചു. അല്ല അപ്പം എന്താ ചെയ്യുന്നത്, ഇല്ലാത്ത സമയത്തെ കരോല് വന്നുകാണ്ട് ഇത് മുഴുവൻ കൊണ്ടുപോവുക. അപ്പം ഇതിപ്പോൾ തന്നെ പറിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ആരൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ വിളിച്ചു, നിങ്ങൾ ഞായറാഴ്ച അവിടെ വീട്ടിലുണ്ടാവുമോ, മാങ്ങ ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. നമ്മൾ ഈ ചാനൽ കണ്ടിട്ടുള്ള ബന്ധങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഓര് ഇവിടുന്ന് എൻ്റെ അടുത്ത് മാങ്ങ കൊണ്ടുപോയാലും എനിക്ക് ചക്ക കണ്ട് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഓല് വരിക. അപ്പോൾ ഓലിപ്പം ഇനി ഒന്നാമത്തെ എന്താന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മളെ ഉള്ളത് നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കുഞ്ഞാണിയൊക്കെ രാവിലെ പറിച്ചു. കാരണം കുരങ്ങന്മാർ കൊണ്ടുപോയാലോ അത് വിചാരിച്ചിട്ട്. കുരങ്ങന്മാരെ കൂടെ ഒക്കെ കയറി പറിക്കുകയാണ്. പിന്നെ കുഞ്ഞാണിയാക്കാരോട് മരങ്ങൾ പറിച്ചണ്ട, ഞാൻ തന്നെ പറിച്ചോണ്ട് അറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറിക്കാൻ. നമുക്ക് എന്താ പറയാ, ഉണ്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണിമാങ്ങന്നാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ പറിക്കൂല കേട്ടോ. ചമ്മന്തി അരക്കാനും കൂട്ടാണ്ടാക്കാനും ഒക്കെ വേറെ തന്നെ മാങ്ങണ്ട. അപ്പൊ പിന്നെ ദിവന്ന് പറിക്കൂല. ദിവന്ന് പിന്നെ ഇങ്ങനെ ഒന്നായിട്ട് പറിച്ചുകാണ്ട് എന്ത് ചെയ്യും ഞങ്ങള്, പിന്നെ പഴുപ്പിക്കലാണ്. പഴുപ്പിച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഓരോരോ സാധനങ്ങൾ വീട്ടിലുണ്ടായാൽ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം അവർക്ക് അത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയാട്ടോ ഞാൻ. കാരണം ഓരോരോ വീട്ടിൽ ഇപ്പോൾ ചക്കയായാലും അതായാലും നമ്മളെ മറക്കാതെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരുന്ന ഫാമിലി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ് ഈ സാധനങ്ങൾ. അതിലിടയ്ക്ക് നമ്മൾ കൊടുക്കും. പരങ്ങന്മാർക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഒറ്റ ദിവസത്തിനെ ഇപ്പോൾ ഇത് തികയുള്ളൂ. പരങ്ങന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടല്ലേ. ദൂരത്തേക്ക് വീഴല്ല പപ്പാ. എന്ത് ആകെ ഉള്ളൊരു ഇപ്പേണോന്.
ആകെ ഉള്ളൊരു ഇപ്പൊ പോയി മോളുവോ ആ വക്കത്ത് നിക്കുമ്പോ വികല്ലിട്ടോ. ജമിക്കുട്ടനെ അടങ്ങിന്നാ അടങ്ങിക്ക്. താത്താനെ കാട്ടല്ലേ, താക്കാനെ വികൃതി കാട്ടല്ലേ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഇത് ഈ സൈഡിൽ കൂടെ ഒക്കെ ഇട്ടുങ്ങാണ്ട് കണ്ടില്ലേ പഴുത്ത മാങ്ങ. അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയാണ് കണ്ടില്ലേ. ഇവിടെയൊക്കെ വെച്ച് തേച്ച് പോലും കുറേ മാങ്ങ തിന്നത് അതിലൊക്കെ വെച്ച് തേച്ചിരുന്നു. അങ്ങനെ ഇട്ടേന്നു. അവിടെ വെച്ചാൽ ചാടുക ആവട്ടെ താഴത്തേക്ക്. അതിൻ്റെ വലിപ്പം നല്ല വലിപ്പം തന്നെയാണ്. പ്രത്യേക ടേസ്റ്റ് ആണിത്. എന്തിന് മാങ്ങയാണിത് നല്ലാക്കറിയാം. ഏതായാലും ഇനി പഴുത്തതുണ്ടേക്ക അവിടെ. എമ്മിക്കുട്ടൻ അടങ്ങിന്നാ എമ്മിക്കുട്ട. കൊന്നൻ്റെ ഇല വെച്ചാതില്ലേ, അപ്പോൾ വേഗം പഴുക്കൂല്ലേ. പികല്ലിട്ടോ അത് ചെള്ള. അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകപ്പ് ഈ ചമ്മന്തി അരക്കാന്. അത് പറിച്ചണ്ടി ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നോട്ടെ വെച്ചാതീന്നേ. അത് ചെള്ളൊന്നും പറിച്ചണ്ടി ഉണ്ടായിരുന്നില്ല. ഇത് പറിക്കണ്ട, അത് നമുക്ക് അവിടെ കെട്ടി വെച്ച് പഴുപ്പിക്കാം. കുരങ്ങന്മാരെ അതാ ഒന്ന് പഴുത്തതുണ്ട് കേട്ടോ അവിടെ. ആ അത് പഴുത്തതല്ലേ. നിങ്ങൾ ആ ദൂരത്തൊക്കെ പറിച്ചളി അതിൻ്റെ ഉള്ളിൽ കൂടെ. വീഴും കേട്ടോ നോക്കി. വാങ്ങി ചക്കൊന്നും വേണ്ടി വരില്ല നമുക്ക്. തരട്ടാ പപ്പ അത് പറിച്ച് തീരട്ടെ എന്നിട്ട് തിന്ന മുളകിടാ. അങ്ങനെ അതാ കുഞ്ഞാണിയൊക്കെ പുതിയൊരു തോട്ടി കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ ഒരു തോട്ടിയൊക്കെ ഉണ്ടാക്കിക്കണ് മാങ്ങ പറിക്കാൻ കേട്ടോ. വേഗം പറിച്ചോളി. എന്നാൽ നേരം പുതിയ കൊട്ട കൊണ്ട് ആദ്യത്തെ മാങ്ങ 1 2 3 കൊട്ടയ്ക്ക് മാങ്ങ ചാടി. ആ എനിക്കും പറിക്കണിക്ക അതുപോലെ മാങ്ങ. എനിക്കും പറിക്കണം അതുപോലെ മാങ്ങ കൊട്ട കൊണ്ട്. അതാ നിലത്തേക്ക് ആടുവോ? ആ നിലത്തൊക്കെ ഉണ്ടോ? നിലം നല്ല ചൂടുണ്ട്. പാത്രത്തിൽ കിട്ടാതെ ഈ കൈ ചെമ്പട്ടിക്കോ അതിക്കൊക്കെ ഇട്ടളി. നിലത്തൊക്കെ മാങ്ങ അപ്പം തന്നെ പഴുക്കും ചൂടുണ്ട്. അപ്പോൾ നമ്മളെ കൊട്ട കൊണ്ട് മാങ്ങ കിട്ടുന്നുണ്ടോ? സുഖമായിട്ട് മാങ്ങ കിട്ടുന്നുണ്ട്. ഒക്കെ പറിക്കണേ. കൊരങ്ങൻ കണ്ടു. ഇനി ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇവിടെ 24 മണിക്കൂർ ഇവിടെ കാവലിക്കുണ്ട്. ആ മാങ്ങ പോലീസോന് മുറിച്ച് കൊടുത്തേ മാങ്ങ. മോളുവോ ഈ ഒരു മാങ്ങ മുറിച്ചും കണ്ടായി മുളക് ഇട്ട് കൊടുത്താ കുട്ടിക്ക്. ആ ചെല്ലി ഞങ്ങളിത് പറിക്കട്ടെ. ഇട്ടുകൊടുക്ക്.
ഉണ്ടെങ്കിൽ കൊണ്ടേശില്ലേ മുത്തമാൻ്റെ കുട്ടി അതൊക്കെ ആ ഇതിൽ വെച്ചാൽ അതിനെ ഇതിൽ വെച്ചാൽ അത് നമുക്ക് പിന്നെ പാത്രത്തിൽ കൊണ്ടുപോകാം. ലുട്ടാപ്പി കുന്തത്തിൽ പോവുക, ലുട്ടാപ്പി കുന്തത്തിൽ പോവുക, ലുട്ടാപ്പിയേ കുന്തത്തിൽ പോവുകയാണോ ലുട്ടാപ്പി? ഒന്ന് പോയിക്കാ കുന്തത്തുമ്മേ, ഒന്ന് പോയിക്കാ. ആ ആ ചുമണ്ടല്ലോ. കിട്ടണൊക്കെ ഉണ്ടല്ലേ അതിന്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും മാങ്ങ പറിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് കഴിച്ച്, പിന്നെ ഓരോരുത്തർ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നുണ്ട്, ഓരോരുത്തർ പച്ച കഴിക്കുന്നുണ്ട്, ഉപ്പും മുളകും തേച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഏകദേശമൊക്കെ ഇതിമെന്ന് പറിച്ചു കേട്ടോ. ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷം, ഈ വർഷം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് അടുത്ത വർഷം ഉണ്ടാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുറേ ഇനി കൊടുക്കണം, പഴുക്കണതിൻ്റെ മുന്നേ പഴുത്തിട്ടൊക്കെ കൊടുക്കണം, പഴുപ്പിച്ചിട്ടൊക്കെ കൊടുക്കണം, എങ്ങനെയാണെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് റംബുട്ടാൻ ഇതുപോലെ കായ ഉണ്ടായി വരുന്നുണ്ട്, റംബുട്ടാൻ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. ബാക്കിൽ അതൊരു റംബുട്ടാൻ്റെ മരം അതാ പൂത്തിട്ടുണ്ട്. അതിമീൻ തന്നെ ഇഷ്ടം പോലെ വിളവെടുപ്പ് നടത്താറുണ്ട് ആ ഒരു റംബുട്ടാനുമേ. പിന്നെ ഇതിമേ പൂവുണ്ടാണ്ട് മാതളി നാരങ്ങ, ഇതിമേ ഇപ്രാവശ്യം പൂവും കായുണ്ട്. അതുപോലെ അരിനെല്ലിക്കമ്മ ഇപ്രാവശ്യം നല്ല വിളവെടുപ്പ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.